വിവാഹമോചിതരായ നമ്മൾ ഇങ്ങോട്ടൊന്ന് നമ്മൾ വിവാഹമോചിതരാണെങ്കിൽ ഇതേപോലെ നിൽക്കേണ്ട. ഓക്കെ, സോ അങ്ങനെ കുറേ നാളിന് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തംബ്നെയിൽസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം നോക്കിയില്ല, എന്നാലും ഒരു 75% തംബ്നെയിൽസും നന്നായിരുന്നു. അപ്പം അതിൽ വളരെ ഒരു നന്ദി. കാരണം നമ്മുടെ ഒരു എന്താ പറയുക, ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു പരിപാടിക്ക് നല്ലൊരു തംബ്നെയിൽ ഇട്ടതിൽ സന്തോഷം. ഇനി ആരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസൊന്നുമല്ല, ആരുടെയും വീഡിയോസിൽ തംബ്നെയിൽ മോശമായിട്ട് കൊടുക്കില്ലെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഒരിക്കലും എന്താ മോശമായിട്ടുള്ള തംബ്നെയിലൂടെ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം തംബ്നെയിൽസ് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹെയ്റ്റും കൂടെ ചെയ്യുന്നു, മനസ്സിലായില്ലേ? സോ അത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇന്ന് നടന്നത്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷനിലേക്ക് തിരിച്ചെനിക്ക് ബ്രാൻഡ് അംബാസഡറായിട്ട് വരാൻ പറ്റി. സോ അതിന് ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക് ഉണ്ട്. ഞാൻ ആ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. സോ കാരണം ഞാൻ പറഞ്ഞ കണക്ക് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക സർവീസ് എന്ന് പറയുന്നത് കുറച്ച് പേരിൽ മാത്രമേ എത്തത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക്, കാരണം ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഇനി അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ. കാരണം അതെല്ലാവർക്കും ഇനി നമ്മൾ വെൽമൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ നമ്മുടെ മൊബൈലിൽ ഇനി മെഡിക്കൽ പ്രൊഫഷനെ അത്രയും സിമ്പിളായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ എന്താ പറയുക, പിന്നെ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫറൊക്കെ ഉണ്ട് കേട്ടോ, കോഡ്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ തൊട്ട് കൺസൾട്ടേഷൻ തൊട്ട് ഇനി നിങ്ങളുടെ സർജറി വരെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് റിഡക്ഷൻ കിട്ടുന്നതാണ്. ഇതിന് മെഡിക്കൽ പ്രൊഫഷനിൽ ഒരിക്കലും ഡിസ്കൗണ്ട് എന്ന് പറയുന്നില്ല, റിഡക്ഷൻ. അത് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ CEO ആയിട്ടുള്ള നിസാം ബ്രോവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. സോ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവരും ബെനിഫിറ്റ് ആയിരിക്കും. അത്ര തന്നെ. വേറെ എന്തെങ്കിലും? ഭയങ്കര സന്തോഷമായി, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറേ നാൾക്ക് ശേഷമാണല്ലോ ഈ ആളുടെ തന്നെ പ്രൊഫഷനിൽ പോണത്. അപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ആ വെയിറ്റ് ചെയ്യുന്നത് ചുമ്മാതെ അല്ല. കാരണം പലരും ചോദിക്കുന്നുണ്ടേ, നിങ്ങളൊരു ഡോക്ടറല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കയറുന്നില്ല, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൂടെ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പാഷൻ അതോടുകൂടി അല്ലെങ്കിൽ എൻ്റെ ആംബിഷൻസ് അതോടുകൂടി വിടേണ്ടി വരും. കാരണം എനിക്ക് വിചാരിച്ചാണെങ്കിൽ ലീവ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു 7-8 വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഡോക്ടറാണ്. അപ്പം ഞാൻ ലീവൊക്കെ വളരെ ചുരുക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. 12 hours നൈറ്റ് ഡ്യൂട്ടി ചെയ്തിരുന്ന ഡോക്ടറാണ്. അപ്പം അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലി നമുക്ക് നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു പാഷനോ കാര്യങ്ങൾക്കോ വേണ്ടി എപ്പോഴെപ്പോഴും ലീവ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു പ്രൊഫഷനല്ല നമ്മുടേത്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കമ്പനിയുടെ, ഇൻ്റർനാഷണൽ മെഡിക്കൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അതിനുപരി എൻ്റെ പാഷനും എൻ്റെ ആഗ്രഹങ്ങളും ഇതെല്ലാം ചേസ് ചെയ്യാനായിട്ടും എനിക്കുള്ള സമയം കിട്ടും. അത്രേ ഉള്ളൂ. സോ നിങ്ങളും നിങ്ങളുടെ പാഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സമയമെടുത്ത് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത്, ആ സമയത്ത് നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ കുറ്റപ്പെടുത്തും. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കുറ്റപ്പെടുത്തും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ നമ്മൾ ഉപദേശിക്കാൻ വരും. പക്ഷെ നമ്മൾ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലും വരും. അങ്ങനെ ബിഗ് ബോസിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് എൻ്റെ മെഡിക്കൽ പ്രൊഫഷനിൽ അതൊരു ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിൽ കേരളത്തിൽ ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് അംബാസഡറായിട്ട് ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പറയുന്ന കണക്ക് ഭയങ്കര വലിയ ടാലൻ്റ് ആയിട്ടുള്ള ഡോക്ടറോ കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ ഹാർഡ് വർക്ക്, ഞാൻ അത്രയും കൺസിസ്റ്റൻ്റായിട്ട് പേഷ്യൻ്റായിട്ട് ഇരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കൊരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചത്. അപ്പം ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിലും ഓരോ ആഗ്രഹങ്ങളും നേടാൻ വേണ്ടി പ്രയത്നിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ഉപദേശിക്കാൻ വരും. നല്ല ഉപദേശമാണെങ്കിൽ എടുക്കുക. അല്ല വെറുതെ നിങ്ങളെ കുത്താൻ വേണ്ടി വരികയാണെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിന് ശരിയെന്ന് തോന്നുന്നോ അത് മാത്രം ചെയ്യുക. ലീഗലായിട്ടുള്ള കാര്യം കേട്ടോ. ഇനി മനസ്സിന് ശരിയെന്ന് തോന്നിയിട്ട് ഇനി ഡ്രഗ്സ് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവസാനം എന്നെ മണ്ടേ കൊണ്ടുവരുന്നത്. പിന്നെ ദൈവത്തോർത്ത് ഡ്രഗ്സ് യൂസ് ചെയ്യരുത്. ഞാൻ എൻ്റെ ഈ 35 വയസ്സ് വരെ ഇന്നേ വരെ കള്ളു കുടിക്കുക, സിഗരറ്റ് വലിക്കുക, ഡ്രഗ്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു വിധമായിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഓക്കെ, അത് ആരും എൻ്റെ അടുത്ത് ചെയ്യല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ ലഹരി എന്ന് പറയുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുക അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ലഹരി. നിങ്ങളും നിങ്ങളെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ലഹരിയാക്കി എടുക്കുക. സോ സേ നോ ടു ഡ്രഗ്സ്. ഓക്കെ, പിന്നെ ഒരുപാട് ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൺമുന്നിൽ ആരെങ്കിലും അങ്ങനെ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് പോലീസിൽ ഇൻഫോം ചെയ്യും. അതേപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്
ഇടയ്ക്കൊന്ന് കള്ളുപിടിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. പക്ഷേ ഡ്രഗ്സ് ഇതേപോലെ MDMA ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അതൊരു തലമുറ അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ നശിപ്പിക്കും. നമ്മൾ തന്നെ കാണുന്നില്ല ഒരുപാട് പേര് അത് കാരണം സഫർ ചെയ്യുന്ന. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻ്റായിട്ട് പോയി പോലീസ് കംപ്ലയിൻറ്റ് ഇന്നൊരാൾ എടുക്കുന്നുണ്ടെന്നുള്ളത്. അല്ലാതെ ഒരാൾ പറയും എടാ നീ ഇത് അടിച്ചില്ലെങ്കിൽ നീ വെറും പഴമാണെന്ന് പറഞ്ഞിട്ട് നീയും പോയി എടുക്കാനായിട്ട് നിന്ന് നിൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സോ ഇപ്പോഴത്തെ തലമുറ നല്ല തലമുറയാണ്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ, കാരണം ജെൻസീസിനെ പൊതുവേ എന്ത് ചെയ്യാറുണ്ട്, ആൾക്കാർ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യാറുണ്ട്. പക്ഷേ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫിനെ പറ്റി വിഷനുള്ള, അല്ലെങ്കിൽ നല്ല ആംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ 90% ആൾക്കാർ ഞാൻ കണ്ടതിൽ ഇന്നേ വരെ ഒരു മോശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒരു 5-10% ഉണ്ടായിരിക്കാം. അത് കാരണം ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യലെന്നും കൂടെ എനിക്ക് വിനീതമായ എൻ്റെ ഒരു അപേക്ഷയാണ്. എന്താണ് നമ്മളെന്താ മില്ലേനിയല്ല അല്ലേ, 90s എന്താണ് പറയുന്നത്, 90s കിഡ്സ് അല്ലേ? തന്തവൈബ് എന്ന് പറയല്ലേ, ചിരിക്കണ്ട, താങ്കളും തന്നെ. ഇതിൽ 2000 കിഡ്സ് ആരും ഇല്ലല്ലോ. കണ്ടോ നമ്മൾ കണ്ടില്ലേ, നമ്മൾ 90s കിഡ്സ് കണ്ടില്ലേ? അല്ല ഇത് ഞാൻ സംസാരിക്കല്ലേ, എൻ്റെ ഒരു സ്പേസ് എന്നതാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 3 വർഷവും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ എനിക്ക് ഒരുപാട് വീഴ്ചകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം സംഭവിച്ച സമയത്തും എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് എന്നെ ഒരുപാട് രീതിയിൽ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എൻ്റെ കൂടെ നിന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡായിട്ട്, കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബലം എനിക്ക് പുള്ളിക്കാരിയുടെ ഫ്രണ്ടിൽ വെച്ച് അത് അച്ചീവ് ചെയ്ത് കാണിക്കാൻ പറ്റിയതിലും ഭയങ്കര അധികം സന്തോഷമുണ്ട്. സോ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ആരും ഡ്രഗ്സ് എടുക്കരുത്, ഡ്രഗ്സ് എടുക്കുന്നവരെ പിടിപ്പിക്കണം, അത്രേ ഉള്ളൂ. ബെൽമോണ്ട് എന്താണ് എല്ലാം ഉണ്ട് അതിൽ, വെറ്റിനറി തൊട്ട് നമ്മുടെ ആയുർവേദം തൊട്ട് എല്ലാത്തിലും അതിൽ സർവീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആണ്, മനസ്സിലായില്ല? അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കിപ്പം പണ്ടൊക്കെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം മുന്നേ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എവിടെയെങ്കിലും പോയി ഓർഡർ ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും, അല്ല എവിടെയെങ്കിലും ഹോട്ടലിൽ പോയി ക്യൂ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ചിലപ്പോൾ കിട്ടത്തില്ല. ഇപ്പം നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എവിടെ ഇരുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഓർഡർ ചെയ്ത് കഴിയും. അതേപോലെ നമ്മുടെ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? സോ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം പതിയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉപയോഗിക്കുന്നത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ് തോന്നുന്നുണ്ടോ, അതൊരു ഡോക്ടർ എന്ന നിലയ്ക്ക് അതിന്റെ ഒരു ഹെൽപ്പ് അല്ല? ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കാര്യം മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്കല്ല കൊടുക്കുന്നത്. അത് ആക്ച്വലി ഇപ്പോൾ ഒരാൾ അത് യൂസ് ചെയ്യുന്നു, അടുത്തുള്ള ഒരാൾ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറയും. അപ്പം കുറേയൊക്കെ അവൻ റെസിസ്റ്റ് ചെയ്താലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്താൽ കൊള്ളാം, അങ്ങനെയാണല്ലോ. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഈ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ആരതിയും നിങ്ങൾ ഒരുമിച്ചായിരുന്നു, ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിലടക്കം നിങ്ങൾ വിവാഹമോചിതരായിരുന്നു പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാർത്തകൾ വരുന്നു. റീസെന്റ് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, 3 ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോ. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വിവാഹമോചിതരായ നമ്മൾ വിവാഹമോചിതരാണെങ്കിൽ ഇതേപോലെ നിൽക്കേണ്ട അല്ല ഞങ്ങൾ ഇപ്പോഴും നമ്മൾ കല്യാണം കഴിഞ്ഞല്ലേ അവിടെ, അതിനു മുമ്പേ സെപ്പറേറ്റ് ആകാൻ നോക്കുന്നത്. അതെപ്പോ അല്ല അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. വേറൊരാളുടെ ഇതിൽ നമ്മുടെ ഫോട്ടോ വെച്ചതാ വെറുതെ. വേറെ ഏതോ വീഡിയോയിൽ നമ്മളെ ഫോട്ടോ എടുത്ത് ചാടാത് അതിന് നോക്കും കേട്ടാ. പിന്നെ തംബ്നെയിൽസ് ഒക്കെ നന്നായിട്ട് ഇടാനേ ദൈവത്തോർത്ത്, വേറെ ഒന്നുമല്ല. നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാ കാണുന്നത്, അത് വെറുതെ നമ്മളെ കഷ്ടപ്പെടുത്തിച്ച് കാണിക്കരുത്, മനസ്സിലായില്ലേ? കാരണം എന്താ പറയുക, നിങ്ങൾ ഈ റീച്ചിന് വേണ്ടി ഇടുന്ന തംബ്നെയിൽ അവന്മാർ ഈ കമന്റ് ഇടുന്നവന്മാർ അതിനെന്ത് ചെയ്യും, നമ്മളെ ചീത്ത വിളിക്കും. നമ്മളല്ലേ ഇത് കാണുന്ന എല്ലാവരെയും ചീത്ത വിളിക്കും. അതുകൊണ്ട് ഒന്നും നേടാനില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒരു 10 വീഡിയോ ഇട്ട് ആ സെയിം റീച്ച് ഉണ്ടാക്ക്. നമുക്കും അപ്പോൾ ഉപദ്രവമില്ല, നിങ്ങൾക്കും അപ്പോൾ കാശും കിട്ടും. സത്യമല്ലേ? എന്നിട്ട് പോയിടണം കേട്ടാ. അപ്പൊ ശരി. ഓണർ ആണോ? രേണു അതെ അതെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ പറയട്ടെ, പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ പുള്ളിക്കാരി ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു. അതിനെന്താ പ്രശ്നം? ഇത്രയും ബോഡി ഷേമിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല എനിക്കത് അല്ല ഒരാളുടെ 90% കമന്റ് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് വരുന്നത്, അവർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ ഒരു ആൾക്കാർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ അല്ല അതല്ല എപ്പോൾ പറഞ്ഞു അത് പൊടിയാണ് കുറച്ചുകൂടെ പറയാനായിട്ട് അതിനെ പറ്റി. അല്ല മീൻസ് ഞാൻ സംസാരിച്ചത് ആളൊരു മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യണ കാരണം കൊണ്ടാണ്.
അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് വേണ്ടത്. അവർക്ക് എന്തോ വേറെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ കുറേ ജോബൊക്കെ വന്നതാണ്, അതിന് പോണില്ല. ഇതിന് ആൾക്ക് എന്താണോ ഇഷ്ടം അത് ആൾ തീരുമാനിച്ച് ചെയ്യണോണ്ട് കുറ്റമുള്ള പോലെ തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇട്ട് നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവർക്കും ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം. അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് താല്പര്യമില്ലാത്ത പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യണം കാര്യങ്ങളൊന്നും. അല്ല പിന്നെ ഒരു കാര്യം, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരൻ്റെ ഭാര്യ എന്ന് കരുതി പുള്ളിക്കാരൻ മരിച്ചുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവനും അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാർക്ക് ഒരു ലൈഫുണ്ട് അല്ലേ? വിഷമില്ലെന്ന് ആര് പറഞ്ഞു? പുള്ളിക്കാർക്ക് ഒബ്വിയസ്ലി വിഷമം ഉണ്ടാവും. അതിലിപ്പോൾ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? പുള്ളിക്കാർ ജീവിക്കട്ടെ. പുള്ളിക്കാർ പൊടി എന്തായാലും പൊടി ഒരു കോസ്റ്റ്യൂം ചെയ്തിട്ട് പുള്ളിക്കാരെ ഫോട്ടോഷൂട്ട് വിളി. എങ്കിൽ അത്രയ്ക്കാളാ കാണിച്ചു തരാം. എന്തായാലും രേണു പൊടീനെ ഒരു മെസ്സേജ് ചെയ്തോ, പൊടി ഒരു ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും, ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നോക്കട്ടെ എന്ത് സംഭവിക്കുന്നത്. അല്ല പറഞ്ഞോ, പൊടി പറഞ്ഞു. അല്ല എനിക്കിഷ്ടമാണ്. മീൻസ് ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കണേ കണ്ണും ഭേദം എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കും. ഇപ്പൊ നിങ്ങൾ പോലും ഈ സമയത്ത് ഇരുന്ന് ഇതിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ പോലെയല്ലേ നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇതിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലും ചെയ്യാൻ പറ്റാത്ത കുറേ എണ്ണമാണ് ഇരുന്ന് നെഗറ്റീവ് കമന്റ് വരുന്നത്. നിങ്ങൾ ശരി വയ്ക്കുന്നില്ലേ? അഭിമാനം തോന്നുന്നു നിങ്ങളെ കുറിച്ച് ആലോചിച്ച്. പണിയെടുക്കുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പറ്റി ഇതേപോലെ? ഞാനേ പറയത്തുള്ളൂ, അത്രേ ഉള്ളൂ. കുറച്ച് നാളായി വന്നിട്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ കുറേ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളും കൂടിയാണ്. നമുക്കറിയാം, നമുക്ക് കുറേ കാര്യങ്ങളൊന്നും പബ്ലിക്കിലി ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. അവരുടെ ഉള്ളിൽ എത്രത്തോളം എപ്പോഴും വിഷമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും മൂവ് ഓൺ ചെയ്യണ്ടേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സൈഡ് തിരഞ്ഞെടുക്കണേനെ നമ്മൾ എന്തിനാ വെറുതെ എതിർത്ത് അവരുടെ മനസ്സമാധാനം കളയുന്നത്? അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അവർക്ക് ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നെങ്കിൽ അത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ അവരുടെ വേറൊരു കലാകാരൻ്റെ വൈഫ് മരിച്ചിട്ട് എന്താ പറയുക അടങ്ങിയൊതുങ്ങിയിരിക്കുകയാണ്. ഞാനൊരു റിവ്യൂ കണ്ടത്. അപ്പോൾ ഈ കുട്ടിയും അതുപോലെ തന്നെ ആവണമെന്ന് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? അങ്ങനെ ഒരു കമ്പാരിസൺ തന്നെ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, പുള്ളിക്കാരി ഇത് ഇഷ്ടം, പുള്ളിക്കാരിയുടെ പാഷൻ, പുള്ളിക്കാരിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കുറ്റവും ഇല്ല. ഇനി പുള്ളിക്കാരി എന്തെങ്കിലും ക്രിമിനൽ ക്രൈമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഡ്രഗ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ എതിർക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളുടെ ആഗ്രഹമില്ലേ? ഇപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് അവരെ അനുവദിക്കും അതിനനുസരിച്ച്. പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയുക, ഇതിൽ മെജോറിറ്റി കമൻറ്റ്സും ചുമ്മാ ഫേക്ക് ആയിട്ടുള്ളതാണ്. പിന്നെ കുറേ പേര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് അവരുടെ ലൈഫിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യും? ഇത് ഹലോ വീഡിയോ കണ്ടേ? പുള്ളിൻ്റെ എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ. ഏത് ചാനൽ ബ്രോ? നീലക്കൂല സ്റ്റാഫാണല്ലേ? നീ എന്ത് വീഡിയോ എടുക്കാത്ത? മനസ്സിലായി. അപ്പൊ അത്രേ ഉള്ളൂ. അല്ല, എനിക്കങ്ങനെ ഒരു വ്യക്തിയായിട്ട് പറയാനായിട്ട് ആരുമില്ല. ഞാൻ എൻ്റെ വീഴ്ചകൾ തന്നെയാണ് ആക്ച്വലി എൻ്റെ ഇൻസ്പിറേഷൻ ആക്കി എടുക്കുന്നത്. എവിടേക്ക് വീണിട്ടുണ്ടോ തെറ്റുകൾ തിരിച്ച് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും, തിരിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും. അത്രേ ഉള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം എന്നിലില്ലേ? പണ്ടത്തെ പോലെ അല്ലല്ലോ. ചെറിയൊരു നല്ല കുട്ടിയായില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം, മദ്യം ഈ പറഞ്ഞ സിഗരറ്റിനെ ഒന്നും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. മദ്യം എപ്പോഴെങ്കിലും ഒക്കേഷനിൽ ആരെങ്കിലും കുടിച്ചാലും അതൊരിക്കലും സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കാനോ വേണ്ടി ഒരിക്കലും എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതൊക്കെ ഇവിടുത്തെ MLAയും ഇവിടുത്തെ MP മാരും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അവർ തന്നെ വിൽക്കുന്നു, അവർ തന്നെ എന്ത് ചെയ്യുന്നു അല്ലേ? രണ്ട് ക്യാമറ. ശരി, ഓക്കെ, വേണം കുറേ ഇടാം. ഇതാരാ?